ഒമാനിൽ അസുഖം മൂലമോ നിയമപ്രകാരമോ ഉള്ള പ്രത്യേക അവധികളിലോ ജോലി ചെയ്യാൻ കഴിയാത്ത ജീവനക്കാരുടെ വരുമാനം സംരക്ഷിക്കുന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രാബല്യത്തിൽ. സോഷ്യൽ പ്രൊട്ടക്ഷൻ നിയമത്തിന് കീഴിലുള്ള പദ്ധതിയുടെ ഭാഗമായി തൊഴിലുടമകൾ ജീവനക്കാർക്കായി സോഷ്യൽ ഇൻഷുറൻസ് വിഹിതം നൽകണമെന്നാണ് വ്യവസ്ഥ. ഒമാനിൽ നടപ്പിലാക്കുന്ന പുതിയ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് പദ്ധതി പ്രകാരം ജീവനക്കാരുടെ സിക്ക് ലീവിനും മറ്റ് അർഹതപ്പെട്ട അവധികൾക്ക് നൽകിയ ശമ്പളത്തിന്റെ തുക തൊഴിലുടമകൾക്ക് പിന്നീട് ഫണ്ടിൽ നിന്ന് ഓൺലൈനായി ഈടാക്കാം. ജീവനക്കാർ സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഇതിന് യാതൊരു വിഹിതവും നൽകേണ്ടതില്ല. സ്വദേശി ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ലേബർ ലോയ്ക്ക് കീഴിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും വിവിധ സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ആദ്യ 7 ദിവസത്തെ അവധിക്ക് മുഴുവൻ ശമ്പളം തൊഴിലുടമ തന്നെ നൽകണം. എന്നാൽ ഈ തുകയ്ക്ക് ക്ലെയിം ലഭിക്കില്ല. 8-ാം ദിവസം മുതൽ 21 ദിവസം വരെ ജീവനക്കാരന്റെ ശമ്പളത്തിന് 100% ഇൻഷുറൻസ് നൽകും. 22 മുതൽ 35 ദിവസം വരെ 75%, 36 മുതൽ 70 ദിവസം വരെ 50%, 71 മുതൽ 182 ദിവസം വരെ 35% ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഒരു വർഷത്തിൽ പരമാവധി 182 ദിവസത്തെ അവധിക്ക് വരെ ഈ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുണ്ടായിരിക്കും. ശരിയായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആനുകൂല്യം അനുവദിക്കുക. സിക്ക് ലീവിന് പുറമെ വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, ചികിത്സയ്ക്കായി അടുത്ത ബന്ധുക്കൾക്കൊപ്പം പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക അവധികൾക്കും പദ്ധതി പ്രകാരം ക്ലെയിം ലഭിക്കും. ആനുകൂല്യം ലഭിക്കുന്നതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ജീവനക്കാരുടെ അവധി രേഖകളും HR വിഭാഗം കൃത്യമായി സൂക്ഷിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ജനം, ദുബായ്.